ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മളൊരു ഓണം മേക്കപ്പ് ലുക്കാണ് ചെയ്യാൻ പോകുന്നത്. ഓണത്തിനൊന്നല്ല, നമുക്ക് അല്ലാതെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കുട്ടീന്നല്ല ഒരു ലുക്കാണ് കേട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഞാൻ എങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്നൊക്കെ ഉള്ളത് ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ, എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ ഞാൻ ഫേസൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളെ കയ്യിൽ ഏതാണോ നല്ല മോയ്സ്ചറൈസർ അത് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ ഇട്ട് വരുന്ന സമയത്ത് രണ്ടും കൂടി മാച്ചായിട്ടില്ലെങ്കിൽ ഒരു മുരിമുരിപ്പ് പോലെയൊക്കെ കിടക്കും. അപ്പോൾ ബേസ് അടിത്തറയാണ് എല്ലാത്തിനും എന്താ പറയുക ഒരു ഉറപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അടിത്തറ നന്നായിട്ടില്ലെങ്കിൽ ബാക്കിയെല്ലാം പൊട്ടി പൊളിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാനിവിടെ കളർ കറക്റ്റർ യൂസ് ചെയ്തിട്ട് എനിക്ക് കറുപ്പ് പാടുകളുള്ള ഭാഗത്തൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണ്ടേ, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഓവറായിട്ട് കറക്റ്റ് ചെയ്തിട്ട് നല്ല പ്രൊഫഷണൽ രീതിക്കുള്ള ലുക്കൊന്നല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റുന്ന ആ ഒരു ടൈപ്പ് ലുക്കൊക്കെയാണ് ചെയ്യുന്നത്. എന്നാൽ ഭയങ്കരമായിട്ട് സിമ്പിളും അല്ല, എന്നാൽ ഭയങ്കരമായിട്ട് ഓവറും അല്ല, അങ്ങനത്തെ മീഡിയം ലെവലിൽ നിൽക്കുന്ന ഒരു ലുക്കാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല എന്താ പറയുക ബ്ലാക്ക് മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടുതലായിട്ടുള്ളത് കണ്ണിൻ്റെ അടിയിലാണ്. അത് എത്ര പോക്കാൻ നോക്കിയാലും പോവില്ല, കാരണം എൻ്റെ ഉറക്കം റെഡിയല്ല, പിന്നെ ഫോൺ കളി, ഇതൊക്കെ ഇതിൻ്റെ മെയിനാണ്. അതിനുശേഷം ഞാനൊരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ച് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ പൗഡർ വെച്ചിട്ട് നമ്മൾ എവിടേക്കാണോ ആ കറക്റ്റർ യൂസ് ചെയ്തത് അവിടെയൊക്കെ ഒന്ന് ഇട്ടിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ല വെച്ചാൽ നമ്മൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് രണ്ടും കൂടി ബ്ലെൻഡായിട്ട് ഒരു ഓറഞ്ച് കളറായിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പൗഡർ വെച്ചിട്ടൊന്ന് എല്ലാം ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. എൻ്റെ ടോ കൂടുതലായിരിക്കും പറഞ്ഞിങ്ങനെ എന്താ പറയുക വോയിസ് ഓവർ കൊടുക്കുമ്പോൾ കൂടുതലായിട്ടും വരുന്നതാണ് ഈ ടോ. ട്രൈ ചെയ്യുന്നുണ്ട് മാറ്റാൻ, പക്ഷേ പിന്നെയും വയൽ കയറി വരികയാണ്, എന്ത് ചെയ്യാനാണ്. അപ്പോൾ നിങ്ങളത് ഇഗ്നോർ ചെയ്യുക. നമുക്ക് മേക്കപ്പിലേക്ക് കിടക്കാം. ഞാൻ അതിന് ശേഷം ഫൗണ്ടേഷൻ യൂസ് ചെയ്തിട്ട് ഫൗണ്ടേഷൻ ബ്രഷ് യൂസ് ചെയ്തിട്ട് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ജസ്റ്റ് ഒരു 1 ലെയർ പോലെ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഇത് വലിയ കവറേജുള്ള ഫൗണ്ടേഷൻ അല്ല, എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം കവറേജ് ഉള്ളതാണ് കേട്ടോ. അതുകൊണ്ട് അത് അപ്ലൈ ചെയ്തു. അതിനുശേഷം എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എൻ്റെ ഫേവറേറ്റ് പാർട്ടായിട്ടുള്ള ഐബ്രോ ഫില്ലിംഗ് ആണ്. എനിക്ക് എന്താ പറയുക വീഡിയോ ഇങ്ങനെ ഫോൺ നോക്കി ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ കണ്ണാടിയിൽ പോയി നോക്കി എഴുതി വന്ന് ലാസ്റ്റ് ചെറിയൊരു മിറർ വെച്ചിട്ടൊന്ന് ഫൈനൽ ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കുന്ന കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. അടുത്തത് ഐ മേക്കപ്പാണ്. ഞാനിവിടെ ഒരു സ്മോക്കി എഫക്റ്റാണ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ ഞാൻ ഐ ഷാഡോ പാലറ്റിൽ നിന്ന് ഒരു കളർ എടുത്തിട്ട് ഒരു കാപ്പി ആ ഒരു ടൈപ്പ് കളർ എടുത്തിട്ട് ജസ്റ്റ് ക്രീസ് ഏരിയയിലും അതിൻ്റെ മുകളിലൊക്കെ ആയിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുകളിലേക്ക് കുറച്ച് ലൈറ്റർ ഷെയ്ഡായിട്ട്, താഴേക്ക് വരുമ്പോൾ കുറച്ച് ഡാർക്കറായിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ബ്ലെൻഡിലാണ് എല്ലാ കാര്യങ്ങളും ഉള്ളത്. ഫോണിൽ നോക്കി ചെയ്യുന്ന സമയത്ത് എവിടേക്കാണ് കൂടുതലുള്ളത് എവിടേക്കാണ് കുറവുള്ളതെന്ന് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ കണ്ണാടി വെച്ച് നോക്കുന്ന സമയത്താണ് ഇവിടെയൊക്കെ കൂടുതലായിട്ട് കെട്ടിക്കിടക്കുന്നത് കാണുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ സമയം ബ്ലെൻഡ് ചെയ്താണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്താ പറയുക ബ്ലെൻഡ് ആക്കാൻ വേണ്ടി ഭയങ്കര പാടായിരുന്നു. അതിനുശേഷം ഞാനൊരു കാജൽ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ലിഡിൻ്റെ മുകളിൽ കൂടെ എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ എഴുതി വന്നിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞാനൊരു ബ്ലാക്ക് ഐ ഷാഡോ വെച്ചിട്ട് ആ ഒരു നമ്മൾ കാജലില്ലേ അതൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ പറയാം. അതിനുശേഷം ഞാനൊരു മസ്കാര യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ലാഷ് ഒന്ന് പൊക്കി കൊടുക്കുന്നുണ്ട്. എൻ്റെ കേളർ കാണുന്നില്ല, അല്ലെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായിട്ട് ലാഷ് നിൽക്കുമായിരുന്നു. അതിനുശേഷം താഴെയും ഒന്ന് നമ്മൾ നേരത്തെ മുകളിലിട്ട് സെയിം ഐ ഷാഡോ വെച്ചിട്ട് താഴെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ താഴെ കണ്ണ് എഴുതണ്ടെന്നാണ് വിചാരിച്ചത്, ഈ ഒരു ലുക്കിൽ തന്നെ അങ്ങോട്ട് പോയിക്കോട്ടെ എന്ന്. പക്ഷേ എനിക്ക് താഴെ കറുപ്പ് കണ്ണിനടിയിൽ കറുപ്പുള്ളത് കൊണ്ട് ഭയങ്കരമായിട്ട് എനിക്ക് എന്തോ പോലെ തോന്നും. കാരണം എഴുതി ശീലമായതുകൊണ്ടായിരിക്കാം മേ ബി. അങ്ങനെ ഞാൻ എന്താക്കി ആ ഒരു കാജലെടുത്തിട്ട് ജസ്റ്റ് ഒരു ചെറിയൊരു ലൈന് കണ്ണിൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ ഡിഫറൻസ് കണ്ടില്ലേ? അപ്പോൾ എനിക്ക് കണ്ണിൻ്റെ അടിയിൽ ഇവിടെ എന്താ പറയുക മുകളിൽ എഴുതിയില്ലെങ്കിലും കണ്ണിൻ്റെ അടിയിൽ എഴുതണം, അല്ലെങ്കിൽ ആ ബ്ലാക്കാണ് ഭയങ്കരമായിട്ട് എടുത്ത് നിൽക്കാമെന്ന് തോന്നും. അതിനുശേഷം നമ്മളിങ്ങനെ ഫേസിൽ ടച്ച് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ മാർക്ക് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് പൊയ്ക്കോട്ടെ വെച്ചിട്ട് ഫൈനലി ഒന്നുകൂടി ഫൗണ്ടേഷൻ ഒന്ന്
ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എവിടെയെങ്കിലും ഉള്ളതൊക്കെ പോയിക്കോട്ടെ എന്ന് വെച്ചിട്ട് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ എന്താക്കുക, എൻ്റെ ഈ ചക്കപ്പോലുള്ള മൂക്കൊന്ന് കോണ്ടോർ ചെയ്യാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് ഒന്ന് കോണ്ടോർ ചെയ്ത്, മൂക്കിന് മുകളിൽ ഓവർ കളിക്കാനും പറ്റില്ല, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കോണ്ടോർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓവർ കളിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മൂക്ക് ഭയങ്കരമായിട്ട് എടുത്ത് നിൽക്കും മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിനുശേഷം എനിക്ക് ഈ ഡബിൾ ചിന്നൊക്കെ ഉള്ളത് കൊണ്ട് അതും ഒന്ന് പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന്, ഓവറായിട്ട് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്നൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വലിയ ചീക്കായതുകൊണ്ട് അതും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് കവിളൊന്ന് കുറയട്ടെ വെച്ചിട്ട് എന്തോ ചെയ്യാനാണ്, എനിക്ക് ഭയങ്കരമായിട്ട് കവിളുണ്ട്. അപ്പോൾ കവിളും ഒന്ന് കുറഞ്ഞോട്ടെ വെച്ചിട്ട് നമ്മൾ ഒന്ന് കോണ്ടോർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ചീക്കിൻ്റെ അവിടെയും. കുറഞ്ഞ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് കാണുമ്പോൾ തോന്നുന്നുണ്ടായിരുന്നു. അതിനുശേഷം എവിടേക്കാണോ കോണ്ടോർ ചെയ്യാൻ പറ്റുന്നത് അവിടെയൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെറ്റിൻ്റെ മുകളിൽ ഞാൻ ഒരു ആവേശത്തിന് ചെയ്തതായിരുന്നു, ചെയ്തപ്പോൾ കുറച്ചൊന്ന് കൂടിപ്പോയി, കുറച്ച് താഴേക്കായിപ്പോയി കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഈ അബദ്ധങ്ങൾ പറ്റാതിരിക്കാം. ഓക്കെ, പക്ഷേ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ടച്ച് ചെയ്ത് കൊടുക്കാം, എന്തിനും ഒരു പരിഹാരം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ എല്ലായിടത്തിലും കോണ്ടോർ ചെയ്തിട്ടുണ്ട്. ആ ഒരു എഫക്റ്റ് കണ്ടില്ലേ, കോണ്ടോർ ആയിട്ടുള്ള. അപ്പോൾ എല്ലായിടത്തിലും ചെയ്ത് സെറ്റായിട്ടുണ്ട്. മൂക്കാണ് പ്രശ്നം കേട്ടോ. മൂക്കിന് മുകളിൽ ഓവർ കളിക്കാനും പറ്റില്ല, മൂക്കിങ്ങനെ എടുത്ത് തെറിച്ച് നിൽക്കും, അല്ലെങ്കിൽ പെൻസിൽ പോലെയുള്ള മൂക്കാണെന്നാണ് ഇവിടെ നേട്ടനൊക്കെ പറയാറ്. അതിനുശേഷം ഇതൊക്കെ ഞാൻ സ്ഥിരമാണ് കേട്ടോ, കണ്ണാടീൻ്റെ മുന്നിലോ അല്ലെങ്കിൽ കുറച്ച് മേക്കപ്പ് ഇട്ടിട്ടുണ്ടെങ്കിലുള്ള മുഖത്തത്തെ എക്സ്പ്രഷനുകളാണ് നിങ്ങൾ കാണുന്നത്, കാര്യമാക്കണ്ട. അതിനുശേഷം എന്തായിരുന്നു ഇത്, ഹൈലൈറ്റർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മൂക്കിൻ്റെ മുകളിൽ, പിന്നെ ഐബ്രോ ബോണിൻ്റെ മുകളിൽ, പിന്നെ ചീക്കിൻ്റെ മുകളിൽ, എവിടേക്കാണോ നിങ്ങൾക്ക് ഹൈലൈറ്റർ ഇടാൻ പറ്റുക, എവിടേക്കാണോ നിങ്ങൾക്ക് തിളങ്ങേണ്ടത് അവിടെയൊക്കെ ഈ സാധനം ഇട്ട് കൊടുക്കുക കേട്ടോ. പക്ഷേ മൊത്തത്തിൽ വാരി ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള തിളക്കുണ്ടാവും, അത് വൃത്തികേടായിരിക്കും. അപ്പം ഞാനിതാ ഐബ്രോ അവിടെയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണ്ട. അപ്പോൾ ഐബ്രോ ഒന്നും എടുത്ത് ഇങ്ങനെ നിൽക്കും കേട്ടോ. എൻ്റെ കയ്യിൽ ബ്രഷ് കാണാനില്ലാത്തത് കൊണ്ട് ഞാൻ ഐ ഷാഡോൻ്റെ ബ്രഷൊക്കെ എടുത്തിട്ടാണ് ഹൈലൈറ്റർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനുശേഷം നെറ്റിയുടെ മുകളിൽ, പിന്നെ ചുണ്ടിൻ്റെ അവിടെ, പിന്നെ കവിളിൻ്റെ അവിടെ, എവിടേക്കാണോ ഉള്ളത് അവിടെയൊക്കെ നമ്മൾ ഹൈലൈറ്റർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഒരു തിളക്കം നിങ്ങൾ കാണുന്നുണ്ടോ? യെസ്, അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതിനുശേഷം ബ്ലഷ്. എനിക്ക് ആദ്യം ഇഷ്ടമല്ലാത്തതും ഇപ്പോൾ ഇഷ്ടമുള്ളതുമായിട്ടുള്ളൊരു കാര്യമാണ് ബ്ലഷ്. ചുകന്ന് ചുവന്നടക്കും. ഓവറായിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു വൃത്തികേടായിരിക്കും, പക്ഷേ നമ്മൾ ഇടേണ്ട പോലെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഫേസിൽ ഇങ്ങനെ ഇവനായി നിൽക്കുന്നിടത്ത് ഒരു എന്തെങ്കിലുമൊക്കെ ഉള്ളപ്പോഴാണ് എന്താ പറയുക, അതാണ് രസം ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഇപ്പുറത്തിട്ടപ്പോൾ കുറച്ചൊന്ന് കൂടുമോ എന്നൊരു സംശയം, പക്ഷേ ഇല്ല. നമ്മൾ എന്താക്കും, ബ്ലെൻഡ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊടുക്കും കേട്ടോ. ഇതിട്ട് അപ്പോൾ തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാതെ അവിടെ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ സംഭവം അവിടെ പറ്റി പിടിച്ചിട്ട് എന്താ പറയുക, എന്തായി പോകും അവിടെ തന്നെ പ്രൊഡക്റ്റ്സ് കുറേ നിന്നിട്ട് പിന്നെ ബ്ലെൻഡ് ആക്കാനൊക്കെ കുറച്ച് പാടായിരിക്കും കേട്ടോ. ഇത് പൗഡർ ആയതുകൊണ്ട് അത് കുറച്ച് സീനാണ്. അതുകൊണ്ട് ഞാൻ എവിടേക്കാണ് മൂക്കിൻ്റെ മുകളിലൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. പ്രൊഡക്റ്റ് ബ്രഷിലില്ല വെച്ചിട്ടാണ് മൂക്കിൻ്റെ മുകളിലൊക്കെ ആക്കി കൊടുത്തത്, പക്ഷേ പ്രൊഡക്റ്റ് ബ്രഷിലുണ്ടായിരുന്നു ഗൈസ്. എൻ്റെ മൂക്കൊക്കെ നല്ല ചുകാന്നുണ്ട്. അതിനുശേഷം ഞാൻ എന്താക്കി, ഓൾറെഡി ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഈ ഡ്രസ്സ് സെറ്റ് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ടായിരുന്നു. അപ്പോൾ ഞാനത് കളഞ്ഞില്ല. അതിൻ്റെ മുകളിൽ കൂടെ തന്നെയാണ് ഞാനൊരു ലിപ്പ് ലൈനർ വെച്ചിട്ടൊന്ന് ലൈൻ ചെയ്ത് കൊടുത്തത്. അതിനുശേഷം ഈ ഒരു ലിപ്പ് ക്രയോണാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇത് നല്ലൊരു കളറാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഈ ഒരു ലുക്കിന് ഒരു ബോൾഡ് ലുക്ക് ആയിരിക്കും ഈ ഒരു ലിപ്പ് കളർന്ന് തോന്നി. പക്ഷേ എനിക്ക് ഇനിയും ഒന്നുകൂടി ഡാർക്ക് ആക്കണം തോന്നിയപ്പോൾ ഞാനൊരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്കും കൂടി എടുത്ത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു പൗഡർ ബ്രഷ് എടുത്തിട്ട് എല്ലാം ഒന്ന്, എന്തെങ്കിലും പൗഡർ എക്സ്ട്രാ ഇരിപ്പുണ്ടെങ്കിൽ പൊക്കോട്ടെ വെച്ചിട്ടൊന്ന് തട്ടി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വലിയൊരു പൊട്ടെടുത്ത് വെച്ച് നോക്കി. അപ്പോൾ എനിക്ക് വേറെ എന്തൊക്കെയോ ലുക്ക് തോന്നി. അങ്ങനെ കുറേ മുടി അങ്ങോട്ടും ഇങ്ങോട്ടും രസം ഉണ്ടാവും നോക്കി, പക്ഷെ എനിക്ക് രസമില്ല. ഞാൻ ചെറിയ പൊട്ടന്നെ തൊട്ടു. അതിനുശേഷം മുടി ഞാൻ ഒന്ന് പോണി കെട്ടി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം എൻ്റെ മെയിനായിട്ടുള്ള 2 മുടി അപ്പുറത്തും ഇപ്പുറത്തും തൂക്കിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അതിനുശേഷം ഇപ്പുറത്തും വലിച്ച് തൂക്കിയിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഓക്കെ അല്ലേ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് സ്ട്രെയിറ്റ്നർ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ഫൈനൽ ലുക്ക്. കഴിഞ്ഞില്ല, ഒരു കമ്മലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ
അപ്പോൾ അവിടെ കണ്ടപ്പോൾ ഉള്ള കമ്മലാണ് കേട്ടോ. ഞാൻ കമ്മലിനെ ഭയങ്കരമായിട്ട് സെർച്ച് ചെയ്തില്ല, കണ്ട കമ്മൽ എടുത്തിട്ടതാണ്, ചെറിയൊരു ജിമിക്ക്. അങ്ങനെ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. സാരിയാണ് കേട്ടോ, മറ്റേ ഡ്രസ്സിൻ്റെ ആ ഷോർട്സിലുണ്ട് ഫുൾ ഔട്ട്ഫിറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ പറയാം. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ മേക്കപ്പ് ലുക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് അതേപോലത്തെ വീഡിയോസൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.